ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിയുക്കൂടിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവളെ കെട്ടാൻ പോകുന്നത് ആരായിരിക്കും എന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നതാണ്, സൂര്യൻ അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇവനാണോ ഇവളെ കെട്ടാനായിട്ട് പോകുന്നു, നല്ലൊരു പെങ്കൊച്ചായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവരിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ, സുധീഷിനാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുഭാഷിനെയാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ ആ കെട്ടിടത്തിൽ നിന്ന് ഇങ്ങനെ ഒരേ കാര്യങ്ങളും പറയണം. ഏതായാലും കല്യാണം മുടങ്ങി, നിങ്ങളിനി കൂടുതൽ സന്തോഷിക്കേണ്ട. എൻ്റെ കല്യാണം മുടക്കുകയാണെങ്കിൽ ഞാൻ ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ലഡ്ഡും ജിലേബിയൊക്കെ കൊണ്ടുവരാം. അതുവരെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. എന്നോട് ഇങ്ങോട്ട് എപ്പോഴും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരുത്തം വന്നിട്ട് അയ്യോ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താടാ? അതെ, സുഭാഷേൻ്റെ അച്ഛനും പിന്നെ അമ്മാവനും കൂടിയേ ആ ചായക്കടയുടെ മുന്നിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്. ബഹളോ? എന്ത് ബഹളം? അടിപിടി. അടിയാണെന്നോ? അല്ല, അടി തുടങ്ങിയിട്ടില്ല, അടി തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നോ, അല്ലെങ്കിൽ പണി പാളും എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുഭാഷ് പേടിച്ചു പോയി. സുഭാഷ് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ പുറപ്പെടുക. ഇതേ സമയം തന്നെ സുഭാഷിൻ്റെ അച്ഛനും അതേപോലെ തന്നെ അമ്മാവനും കൂടി പൊരിഞ്ഞടിയാ. വീട്ടുകാര്യം പറഞ്ഞുകൊണ്ടാണ്, എന്തിനാടാ എൻ്റെ മക്കളുടെ കല്യാണം മുടക്കാനായിട്ട് നീ നോക്കുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തടാ? പെണ്ണ് കാണാൻ വന്നവരെ പെണ്ണ് വീട്ടുകാരോട് അനാവശ്യമായ രീതികളെല്ലാം സംസാരിക്കുന്നു. നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മാവൻ പറയണം, എടാ സ്വന്തം ഭാര്യനെ ചവിട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയവനാണ് നീ, എന്നിട്ട് നീ എന്നോട് ധിക്കാരം പറയുകയാണോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു കുടുംബം വേണോടാ. എനിക്ക് കുടുംബമില്ല, പക്ഷേ ഞാൻ ഏതായാലും ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിലോട്ടും പോയെന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അതേടാ ഞാൻ സമ്മതിച്ചു. ഈ നാട്ടുകാരും പറയുന്ന പോലെ വീട്ടുകാരും പറയുന്ന പോലെ ഞാൻ ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിൽ പോയ ഒരാളാണ്. പക്ഷേ എൻ്റെ മക്കള് ആരെ കൊന്നിട്ടാടാ അവരിങ്ങനെ ശിക്ഷിക്കുന്നത്? അവർ ജീവിച്ചോട്ടേടാ. നിനക്ക് എന്തെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നോട് ചെയ്താൽ പോരെ. നീ എന്തിനാടാ എൻ്റെ പിള്ളേരുടെ നെഞ്ചിൽ തീർക്കുന്നത്? നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് തുടങ്ങി. കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളുമാണ്. നിനക്ക് നിൻ്റെ പെങ്ങൾക്കും ഇതേ തൊഴിലുള്ളൂ. എടാ നീ എന്താ വിചാരിച്ചത്? ആ വീട് എനിക്ക് സ്വന്തമായതാടാ, അല്ലാണ്ട് നിനക്കല്ല. നിനക്ക് തരാനുള്ളതെല്ലാം വീതം വെച്ച് തന്നില്ലേ? പിന്നെ നീ എന്തിനാടാ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് നിരങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇവർ ഭയങ്കര തർക്കമാണ്. അപ്പോൾ അവിടുത്തെ ചായക്കടക്കാരൻ ചേട്ടൻ വന്ന് ഇവരെല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് മാറ്റുകയാണ്. നിങ്ങളും ഒന്ന് പോകാൻ നോക്ക് എന്ന് പറയണം. അപ്പോൾ ഈ അമ്മാവനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. നിൽക്കടവിടെ, നീ ഒളിച്ചോടുകയാണ്. ഇനി മേലെ എൻ്റെ പിള്ളേരെ ശല്യപ്പെടുത്താൻ വേണ്ടി എങ്ങാനും നീ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ വീടാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കല്ലെടുത്തിട്ട് ധാന്നും പറഞ്ഞു ഒറ്റ ഏറാണ്. ഇയാളാണെങ്കിൽ ജീവനും കൊണ്ട് ഓട്ടം. അങ്ങനെ ഈ സുഭാഷിൻ്റെ അച്ഛൻ അവിടെ ഇങ്ങനെ നമ്മുടെ ബെഞ്ചിലിരിക്കുക. ആ സമയത്ത് ചായക്കടക്കാരൻ ചേട്ടൻ വന്നിട്ട്, ഇതിവിടെ പറ്റില്ല കേട്ടോ, എപ്പോൾ നോക്കിയാലും വഴക്കാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ കടയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഇനി മേലാൽ ഇത്തരത്തിലുള്ള ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. അത് നിങ്ങൾ ആലോചിച്ചോ എന്ന് പറയുകയാണ്. നീ കേസ് കൊടുക്കോടാ, നീ കേസ് കൊടുക്കാൻ മാത്രം ആയോ? ഞാൻ ഇനിയും ബഹളം ഉണ്ടാക്കും. നിന്റെ കടറുള്ളിൽ വന്നിട്ടല്ലല്ലോ ഞാൻ ബഹളം ഉണ്ടാക്കിയത്, ഞാൻ ഈ വാതിക്ക് നിന്നല്ലേ ബഹളം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഞ്ചൊക്കെ ഗ്ലാസ് എല്ലാം ചവിട്ടി അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കരമായിട്ടും കലി വരികയാണ്. അവിടെ വീണ്ടും അടി പിടി ബഹളമൊക്കെ ഉണ്ടാകുക. ആ സമയത്താണ് സുഭാഷ് അങ്ങോട്ട് ഓടി വരുന്നത്. അപ്പോൾ സുഭാഷ് ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും, അച്ഛാ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എല്ലാവരുടെ മുന്നിൽ ഞങ്ങളെ നാറ്റിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ആ വീട്ടിലങ്ങനെ ഇരുന്നാൽ പോരെ? എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾക്കും ഞങ്ങളിടയിൽ കിടന്ന് ഇങ്ങനെ ചാടിക്കടിക്കുന്നത്? നിങ്ങളൊന്നും മിണ്ടാതിരുന്ന അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ സുഭാഷ്. കഴിഞ്ഞപ്പോഴേക്കും അച്ഛനാണെങ്കിൽ സുഭാഷിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് തൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് സൈക്കിൾ എടുത്ത് അവിടെ സ്ഥലം വിടാനായിട്ട് ശ്രമിക്കണം. അപ്പോഴേക്കും ഈ ചായക്കടക്കാരൻ വന്ന് ഈ അച്ഛൻ അടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോറി ചേട്ടാ, ഞങ്ങളോട് ഈ പ്രാവശ്യം ഒന്ന് ക്ഷമിക്കുക, ഞാൻ ചേട്ടനോട് ക്ഷമ ചോദിക്കുന്നു, ഒന്ന് ക്ഷമിക്കുക ചേട്ടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് പോകും. സുഭാഷിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയും അതേപോലെ തന്നെ ചേട്ടനും ചേട്ടത്തിയും ഒക്കെ ഇങ്ങനെ വരിക. ആ സമയത്ത് ഈ ചേട്ടനോട് ഈ ചേട്ടത്തി പറയുകയാണ്, ഈ നിധിയെയും അതേപോലെ തന്നെ സൂര്യയെയും കൂടി പുറത്തേക്കൊന്ന് വിടണം, അവർ തമ്മിലൊന്ന് സംസാരിച്ചോട്ടെ. സംസാരിക്കാനോ? ഇനി അതിനെന്താ എന്തുമാത്രം സംസാരിക്കാൻ? അതല്ല, അവൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് സൂര്യനോട് പറയാനുണ്ടാവുമല്ലോ, അതുകൊണ്ട് ആ ഒരു അവസരം നമ്മൾ പാഴാക്കാനായിട്ട് പാടില്ലല്ലോ. ആ അവസരം ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, പറയണോ? അവൾ എന്തെങ്കിലും പറയണമെങ്കിൽ സംസാരിച്ചോട്ടെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ സൂര്യയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്.
എന്താ എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, നിധിക്ക് സൂര്യനോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സൂര്യയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സൂര്യ അതെന്തിനാ, അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതല്ല, ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങളിങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ സംസാരിക്കാമല്ലോ. അയ്യോ, ഈ ട്രാഫിക്ക്, ഒരുപാട് സൗണ്ടുകൾ, ഈ സമയത്ത് പോകാനോ, ഇതൊക്കെ ഭയങ്കര ഹൊറിബിളാണ്. അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വീണ്ടും സൂര്യ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഏട്ടത്തിയാണെങ്കിൽ ഒന്ന് പറയും മനുഷ്യ എന്ന് ഇങ്ങനെ ഭർത്താവിനോട് പറയുക. അത് കഴിഞ്ഞപ്പോഴേക്കും അല്ല, നിങ്ങൾ നല്ലൊരു ഹോട്ടൽ മുറിയൊക്കെ എടുക്കുക, എന്നിട്ട് നിങ്ങൾ കാറിൽ പോയി ഒന്ന് സംസാരിച്ചിട്ടൊക്കെ വാ, അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, മനസ്സോർന്ന് പറയാനുണ്ടാവും, അതുകൊണ്ടൊന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, എങ്കിൽ പിന്നെ ഇനിയിപ്പം ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ടാക്കി ഫുഡെല്ലാം കഴിച്ച് ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം, അതിൽ കൂടുതൽ ഇഷ്ടമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്നാലും ഒന്ന് പോയിട്ട് വാ എന്നൊക്കെ പറയുക. ശരി, എങ്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഈ പെണ്ണിങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. കാരണം പെണ്ണ് കല്യാണം ഉറപ്പിച്ച പെണ്ണാണെന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും സുധീഷിന് ആകെ സങ്കടം തോന്നുകയാണ്. അപ്പോൾ ഈ അരുണാണെങ്കിൽ അതെ സുധീഷേ, ഒരു ട്രിപ്പ് പോകാനുണ്ട്, പിന്നെ നിധിയും പിന്നെ സൂര്യനും കൂടിയാണ് ട്രിപ്പ് പോകാനുള്ളത്. ഓക്കെ സാർ, ശരി സാർ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നിധിയും കൂട്ടി ഏട്ടത്തിയും വരികയാണ്. ദേ നിധി, നിനക്കിപ്പോൾ പറയാൻ പറ്റിയ അവസരങ്ങളാണ്. നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നിന്റെ ഡ്രീംസും എല്ലാം നീ സൂര്യനോട് തുറന്നു പറയണം. നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും സൂര്യ. അതുകൊണ്ട് തന്നെ നിന്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ നീ തുറന്നു പറഞ്ഞോ, അതിനിപ്പോൾ യാതൊരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ സൂര്യയും വരികയാണ്. അപ്പോൾ സൂര്യ ഫ്രണ്ടിൽ സീറ്റിലിരിക്കാൻ പോയപ്പോഴേക്കും അരുൺ പറയാണ് ഫ്രണ്ടിൽ സീറ്റിലല്ല, നീ ബാക്കിൽ വന്നിരിക്കുക സൂര്യ. ശരി, ഓക്കെ. അങ്ങനെ നിധിയോടൊപ്പം നേരെ വണ്ടി കയറുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോഴൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ സുധീഷ് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കണ്ണാടി ഒന്ന് തിരിച്ച് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി കണ്ണാടി ഒന്ന് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ യാത്ര ഇങ്ങനെ തുടങ്ങാം. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധീഷിന് കലി വന്നിട്ട് ഹോൺ ഇങ്ങനെ പടപടാന്ന് അടിക്കണം. അപ്പോൾ നമ്മുടെ ഈ സൂര്യ ചോദിക്കണം, നിനക്ക് എന്താടാ, ഇതെന്തിനിങ്ങനെ ഒച്ചപ്പാണ്ടാക്കുന്നത്, ഇതിന് എപ്പോഴും ഈ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഹോൺ അടിക്കാതെ ഇരുന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഈ ഓസ്ട്രേലിയക്കാണെങ്കിലേ ഇങ്ങനെ ഹോണൊന്നും അടിക്കാനൊന്നുമില്ല, ഒരു റോഡ് മാനേഴ്സ് ഇല്ല, ഒന്നുമില്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. സോറി സാർ, ഇനി ഞാൻ ഹോണേ അടിക്കുന്നില്ല. എന്താ അത് പോരെ? ആൾക്കാർ വന്ന് വട്ടം ചാടി പിന്നെ ഹോൺ അടിക്കാതെ പിന്നെ എന്താണ് അടിക്കേണ്ടത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര ഇങ്ങനെ പോവാം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അല്ല എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധിയാണെങ്കിൽ അതെ, എൻ്റെ ചില ഡ്രീംസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പറയൂ. ഡ്രീംസോ? അത്രയും വലിയ ഡ്രീംസ് ഒക്കെ ഉണ്ടോ? എങ്കിലത് കേൾക്കട്ടെ, പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഗോൾഡ് മെഡൽ. മനസ്സിലായി. ലോക്കൽ കോളേജിലൊക്കെ പഠിച്ച് ഗോൾഡ് മെഡലൊക്കെ നേടിയ ഒരാളല്ലേ? അതിന് അല്ല, ഞാനന്ന് അവിടെ ഒന്ന് പ്രസംഗിച്ചായിരുന്നു. ആ പ്രസംഗിച്ച വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ദൈവമേ, പ്രസംഗിച്ച വീഡിയോ അതൊന്നും കാണാനുള്ള ഇതെനിക്കില്ല. കാരണം എനിക്ക് ഈ നീണ്ടുപോകുന്ന പ്രസംഗങ്ങൾക്ക് കേൾക്കുന്ന തീരെ താല്പര്യമില്ല. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് റീൽസ്, അതൊക്കെ എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളുള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ നീണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളേ അല്ല. നിധിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ചുരുക്കി പറയൂ, ഈ പ്രസംഗത്തിൻ്റെ കാര്യം. എങ്കിൽ പിന്നെ പറയട്ടെ. ആ പ്രസംഗത്തിൽ പറഞ്ഞത് എൻ്റെ ഡ്രീംസിനെ കുറിച്ചാണ്. ഡ്രീംസോ? എന്താണതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് നമ്മളെ കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലൊക്കെ പോകില്ലേ, എനിക്ക് അത് അപ്പോഴും പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. വലിയൊരു ആർക്കിടെക്റ്റ് ആകണം. അങ്ങനെ ഒരുപാട് നല്ല നല്ല ആർക്കിടെക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയണം. അതിലൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സൂര്യ ഇങ്ങനെ അന്തരിച്ച് നിൽക്കണം. ഇതാണോ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എനിക്ക് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ നല്ല നല്ല കോളേജുകളെല്ലാം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്തോ? അതെ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ കുടുംബം, കുട്ടികൾ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ലേ? എനിക്കിപ്പോൾ 22 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു 30 വയസ്സാകുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്ത് 30 വയസ്സോ? അപ്പോൾ ഇനി എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും? എനിക്കിപ്പോൾ തന്നെ 30 വയസ്സായി. അപ്പോൾ നിധിക്ക് 30 വയസ്സാകുമ്പോൾ എനിക്ക് 38 വയസ്സാവും. അതെങ്ങനെ സാധ്യമാകും? അതൊന്നും ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ്.
27 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ച് കുടുംബം കുട്ടികളായിട്ട് ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, നാട്ടിൽ നിന്ന് പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. അമ്മയുടെ ആഗ്രഹമല്ലേ, പിന്നെ എൻ്റെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. എനിക്കങ്ങനെ ആഗ്രഹം വരാനുള്ള കാരണം എന്നറിയാമോ? എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ. അപ്പോൾ ഞാനൊരു നാട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കും ആ സാമ്പാർ കൂട്ടി എന്നും ചോറുണ്ണാലോ എന്നൊക്കെ പറയാം. അങ്ങനെ ഈ ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എനിക്ക് ഏറെയാണ്. ഈ പൂമുഖവാദിക്കൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ട് പാടുകയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിധിക്കാകെ കലി വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിധി പഠിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കല്യാണം കഴിച്ച് ഓസ്ട്രേലിയ വീട്ടിൽ കുട്ടികളെ നോക്കി ടിവിയും കണ്ടിരിക്കുക, അതല്ല ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് പഠിപ്പും അതൊക്കെ ഒന്ന് വിട്ടേര്. എനിക്കൊരു വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. അതുകൊണ്ടാണ് നിധിയുടെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സമ്മതിച്ചത് എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നിധിക്ക് ദേഷ്യം വരികയാണ്. അപ്പോഴേക്കും സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ഇവൻ എന്തൊരു മനുഷ്യനാണ്, പാവം പെൺകുട്ടി, അവൾക്ക് ഇതേപോലെ ഒരു മൂഷടനയാണല്ലോ കിട്ടിയത്, എൻ്റെ ദൈവമേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷും അതേപോലെ തന്നെ സുഭാഷിൻ്റെ അനിയന്മാരും ഒക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുക. അപ്പം അച്ഛനാണെങ്കിൽ വാതിക്ക് എന്തിങ്ങനെ കള്ളു ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ സുധീഷ് ആണെങ്കിൽ തൻ്റെ ഇന്ന് അനുഭവ കഥകൾ പറയുകയാണ്. ആ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. പെണ്ണ് കാണിച്ചു കൊടുത്തപ്പോൾ അനിയനാണെങ്കിലും ഇത് ഭയങ്കര നല്ല ഗ്ലാമറുള്ള പെണ്ണുങ്ങളാണല്ലോ. പക്ഷെ നിനക്കൊരു കാര്യം അറിയണോ, ഈ പെണ്ണിനെ കെട്ടാൻ പോകുന്ന ആരാണെന്ന്? അന്ന് എൻ്റെ വണ്ടി കയറി ഇടിച്ചുകൊണ്ട് വന്നില്ലേ, അവനാ ഈ പെണ്ണിനെ കെട്ടാൻ പോകുന്നത്. ഈ പെണ്ണിൻ്റെ ആകെ ദുരന്തമേ. അപ്പോഴേക്കും നമ്മുടെ ഇളയ അനിയൻ കയറി വരികയാണ്. ഇളയ അനിയനാണെങ്കിൽ സുഭാഷ് ഏട്ടാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരുമോ? നീ ഇരിക്കടാ, കഴിക്കാം. അങ്ങനെ ഒരു പായൊക്കെ ഇങ്ങനെ വിരിക്കുക. പായൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുഭാഷിന് ഇഷ്ടമുള്ള ആ ഒരു മുറപ്പെണ്ണ് വരുന്നത്. അപ്പോൾ മുറപ്പെണ്ണ് വന്നപ്പോഴേക്കും, അതെ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് മുടങ്ങിയല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ അനിയന്മാരും ഞെട്ടിപ്പോവാണ്. എന്താ പറഞ്ഞത്? പെണ്ണ് കാണൽ ചടങ്ങ് മുടങ്ങിയെന്നോ എന്നിങ്ങനെ അതിശയത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാ നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.